എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഈ മാരകമായ കൊള്ളയിൽ അകത്ത് നിങ്ങളുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം കിടക്കുകയാണ്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുക, പുറത്താക്കണ്ട. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ കള്ളക്കൂട്ടത്തിൽ സംശയമേശിയവർക്കൊപ്പം പോലും സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന പൊളിറ്റിക്കൽ പ്രതിരോധമല്ലേ ഫലപ്രദം? താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഈ 10 കൊല്ലമായിട്ട് ഏതെങ്കിലും കാര്യത്തിൽ പ്രതിരോധത്തിലാണോ? ക്യാമറ ഞങ്ങൾ പ്രതിരോധത്തിലാണോ? ഫോണി പ്രതിരോധത്തിലാണോ? മാസപ്പടി കേസിൽ പ്രതിരോധത്തിലാണോ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിരോധത്തിലാണോ? ഡോളർ കള്ളക്കടത്ത് കേസിൽ പ്രതിരോധത്തിലാണോ? കാമല ഇന്റർനാഷണൽ മുതൽ എത്രത്തോളം ഞങ്ങളുടെ നേരെ കെട്ടിവെക്കുന്നു? ഞങ്ങൾ ഒന്നിലും പ്രതിരോധത്തിലല്ല. ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന പരിപാടി കഴിഞ്ഞ ശേഷം ഈ കഴിഞ്ഞ 1.5 കൊല്ലം പുറത്താക്കാൻ തയ്യാറുണ്ടോ? അതിന് തന്നാരും വിളിച്ചില്ല. ഈ മാരകമായ ക്ഷേത്രക്കുള്ളിൽ അകത്ത് കിടക്കുന്ന നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ കഴിയുമോ? താങ്കൾ കമല ഇന്റർനാഷണലിലേക്ക് പോവാണ്, ഒരു മറുപടി ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ അതിലേക്ക് ഒന്ന് പറയട്ടെ. ഞങ്ങൾക്ക് ഡിഫൻസിന്റെ പ്രശ്നമേ ഇല്ല, ഞങ്ങൾ ഒഫൻസിലാണ്. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ല. ഞങ്ങളുടെ ഒഫൻസ് എന്താണെന്ന് വെച്ചാൽ 10 കൊല്ലക്കാലമായി ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തലകുനിക്കേണ്ട, കേരളത്തിലെ CPM-ഓ ഇടതുപക്ഷമോ മന്ത്രിസഭയോ മന്ത്രിമാരോ തലകുനിക്കേണ്ട ഒരു കുറ്റവും ഞങ്ങൾ ചെയ്തിട്ടില്ല. കെട്ടവന്മാരെ കൊണ്ട് ശബരിമല ക്ഷേത്രക്കൊള്ളയിൽ കോടിക്കണക്കിന് വിശ്വാസികളെ മുറിവേൽപ്പിച്ച കൊള്ളയിൽ അകത്ത് കിടക്കുന്ന നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ പേരിന് നടപടി സ്വീകരിക്കാൻ CPM തയ്യാറുണ്ടോ? അല്ല, ആരെയും ബോധ്യപ്പെടുത്തേണ്ട ഒരു നടപടി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആരെയും ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ പാർട്ടിയുടെ ബോധ്യം എന്താണോ അതുണ്ടാവും. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. ഇന്നത്തെ വിഷയം എന്താണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തിനാണ് ചിത്രത്തിലേക്ക് പോയത്? ഇതാണ് ചോദ്യം. ഉത്തരം എന്താണ്? നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമപരമായ പ്രശ്നം കോടതി. ഈ പാഴ്നാടകത്തിന്റെ കാലം കുറിക്കുന്ന കൈ വിധിയുടേത്. ആരെങ്കിലും കള്ളനാകാൻ തീരുമാനിച്ചാൽ അല്ലെ കള്ളനാക്കാൻ തീരുമാനിച്ചാലും നടക്കില്ല. കള്ളനല്ലെങ്കിൽ ഒഴിവാകുകയില്ല. കൃത്യമായ അന്വേഷണം ഉണ്ടാവും. അതവിടെ നിൽക്കട്ടെ. ഞാൻ വിശ്വസിക്കണല്ലേ? നടക്കട്ടെ നിന്റെ ചുറ്റിക്കളി. പ്രശ്നം എന്താണ്? ശബരിമലയിൽ ഈ പോറ്റി ആരാണ് കൊണ്ടുവന്നത്? അത് രാഷ്ട്രീയ പ്രശ്നമാണ്. ആ രാഷ്ട്രീയ പ്രശ്നത്തിന്റെ ഉത്തരമാണ് ഞങ്ങൾ കുറച്ചു നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ കേൾക്കാൻ തയ്യാറല്ല. ഉപദേശം കൊള്ളാൻ പറഞ്ഞ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത. അയ്യപ്പന്റെ പ്രതിനിധികളായി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ, ആന്റണി, ശബരിമലയുടെ അവിടുത്തെ MP, ശബരിമല ഇരുന്നിടത്തെ MLA, ഇവരെന്തിനാണ് ഈ പോറ്റിയും ഗോവർദ്ധനും ഇവിടെ പോയത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കോൺഗ്രസുകാർ പറയട്ടെ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇവരെ കയറ്റിയതിന് കോൺഗ്രസ് പാർട്ടി എന്തെങ്കിലും നടപടി MP-മാർക്കെതിരെ എടുക്കുമോ? അടൂർ പ്രകാശിനെ ഇപ്പോ UDF-ന്റെ കൺവീനർ സ്ഥാനത്ത് മാറ്റുമോ? പൊളിച്ചിരുന്നാ മതി. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നത്. കള്ളന്മാരെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയി ശബരിമല അയ്യപ്പ പൂജ ചെയ്ത് അങ്ങയുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം അകത്ത് കിടക്കുക. പല കോടതികളിൽ പോയി ജാമ്യമില്ലാ തള്ളിത്തള്ളി പോവാണ്. കോൺസ്പിറസിയിൽ പങ്കുണ്ട് എന്ന് SIT പറയുകയാണ്. അദ്ദേഹത്തെ ചേർത്ത് കെട്ടിപ്പിടിച്ചോണ്ട് നിങ്ങൾ ചോദിക്കുകയാണ് പോറ്റിയെ പോയി കണ്ട ഈ പറഞ്ഞ അടൂർ പ്രകാശിനെ പുറത്താക്കും. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. എന്തൊരു വാദമാണ് ശ്രീ അനിൽകുമാർ. അങ്ങക്ക് ബോധ്യം ഉണ്ടാവുന്നുണ്ടോ അങ്ങ് ഉന്നയിക്കുന്ന വാദത്തിന്റെ പൊള്ളത്തരം? നിങ്ങൾ എന്തൊരു വിഡ്ഢിത്തരമാണ്. ഞാൻ അങ്ങോട്ട് ചോദിക്കാത്തതിന് കാരണം ഞാൻ ബഹുമാനിക്കുന്ന ആളായതുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിക്കാത്തത്. അങ്ങ് ഉന്നയിക്കുന്ന വാദത്തിന്റെ പൊള്ളത്തരം ഈ ജില്ലാ കമ്മിറ്റിയൊക്കെ നിങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുക. ഇപ്പോഴും നിങ്ങൾ പൊതിഞ്ഞു പിടിച്ചിരിക്കുക. ഇപ്പോഴും ഇക്കണക്കിന് പോയാൽ ഈ മന്ത്രിസഭ താഴെ വീഴും. നിങ്ങൾ സ്വയം പറയുന്ന വിഡ്ഢിത്തരം ഒന്ന് മനസ്സിലാക്കുക. ഞങ്ങൾ രാഷ്ട്രീയമായി എടുക്കേണ്ട നിലപാട് ഞങ്ങൾ എടുക്കും. അത് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളൊരു കളവ് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഒരു ചാഞ്ചല്യം ഇല്ലാതെയാണ് ഞാൻ തലകുതിച്ചിരിക്കുന്നത്. എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. CPM സംസ്ഥാന സമിതി അംഗമായ ശ്രീ അനിൽകുമാറിന് പത്മമാനൊരു നടപടി ഉണ്ടാകും എന്ന് പറയാനുള്ള ധൈര്യമുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്റെ നെഞ്ചിനകത്തൊരു പുക. മാരകമായ ക്ഷേത്രക്കൊള്ളയിൽ സംശയത്തിൽപ്പെട്ട് ജയിലിൽ കിടക്കുന്ന നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗത്തെ മുൻ MLA നടപടിയെടുക്കും എന്ന് പറയാൻ ധൈര്യം അങ്ങേക്കുണ്ടോ? പാർട്ടിക്കുണ്ടോ? അങ്ങനെ ധൈര്യം ഇല്ലാതെ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ്? എന്താണ് ഭയക്കുന്നത്? ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോ ആദ്യം നിങ്ങൾ കോൺഗ്രസിനെ കൊണ്ട് ഇങ്ങനെ നാണം കെട്ട വക്കാലത്തുമായിട്ട് വരരുത് കേട്ടാ. കാര്യം പറയാം. ഭയമോ ഞങ്ങൾക്കാ ആരെങ്കിലുമോ? നിങ്ങൾ എന്തുദ്ദേശിച്ചിരിക്കുന്നു? ഹാഷ്മി എന്തുദ്ദേശിച്ചിരിക്കുന്നു? അതെന്റെ ചോദ്യം. ഭയമാ
10 കൊല്ലം ഭരിച്ചിട്ടാ? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക താൻ ആരും പത്മകുമാറിനെതിരെ നടപടി എടുക്കും എന്ന് പറയാൻ കാര്യം ഞങ്ങളുടെ നിങ്ങളുടെ നാവിന് വിലങ്ങിടുന്ന എന്താണ് സി കെ അനിൽകുമാർ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അതിന് ഉത്തരം പറയും. അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടങ്ങ് പറയാം. ഞങ്ങളുടെ ഇന്നത്തെ ചോദ്യം, ഞങ്ങൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. പൊട്ടനാണല്ലേ, മനസ്സിലായി. ഹാഷ്മി തന്നെ കോൺഗ്രസിനെ രക്ഷിക്കാനുള്ള തത്രപ്പാടി പറഞ്ഞു. പോറ്റിയെ പോയി കണ്ട ഒരു ചെറിയ കുറ്റമേ അടൂർ പ്രകാശ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഈ ചർച്ച പറഞ്ഞു തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങൂ. ശബരിമലയുടെ ചുമതലയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയാർ ഗോപാലകൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനുമായി അവിടുത്തെ എംപിയും MLA യും ചേർന്ന് 2 തവണ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി. നിനക്ക് എന്തിന്റെ അസുഖമാടാ? രാവിലെ ഇന്ന് ഗോതമ്പ് ദോശ കുത്തുന്നു. ശബരിമലയുടെ അംബാസിഡർമാരാക്കി 2 ആളുകളെ അവിടെ നിയമിച്ച പോലെ അവരെ കൊണ്ട് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പൂജയടക്കം നടത്തിയെന്ന വസ്തുത പുറത്തു വന്നിരിക്കുന്നു. ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുന്നു. അതിന്റെ ഭാഗമായി കയ്യിൽ ചരട് കെട്ടുന്നതോ അവിടുത്തെ എന്തെങ്കിലും കെട്ടുന്നതോ നമ്മൾ കണ്ടിരിക്കുന്നു. എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് തന്നെ പറ്റിയേ എന്നാണോ നിങ്ങൾ പറയണത്? അതുകൊണ്ട് ആദ്യം അത് പറയട്ടെ. റിജിലല്ല പറയട്ടെ, അത് റിജിലല്ല പറയേണ്ടത്. ഞാനത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് മേജർ സാറേ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. ആവൽ തന്നെ വന്നിരുന്ന ഓരോ ഉപദേശങ്ങൾ. അല്ലല്ല, നിങ്ങൾക്ക് ഭയമാണോ? എന്റെ ചോദ്യം, ഹാഷ്മിക്ക് ഭയമാണോ? അടൂർ പ്രകാശിന്റെ ഫോൺ നമ്പർ ഉണ്ട്, വിളിക്ക്. ഇപ്പൊ പിടിച്ചാൽ നടത്തിക്കൊണ്ട് പോകാം, കുറച്ച് കഴിഞ്ഞാൽ ചങ്ങല കിടേണ്ടി വരും. ആന്റോ ആന്റണിയുടെ ഫോൺ നമ്പർ ഉണ്ട്, വിളിക്ക്. ഹാഷ്മി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകന് ഭയമാണോ? എന്തിനാ ഭയം? നിങ്ങൾക്ക് പേടിയാണോ? ചുമ്മാ ഇരിയടേ. പ്രകാശിനെ പേടിയാണോ? ഒന്ന് വിളിക്കോ? നിങ്ങൾക്ക് ആന്റണിയെ പേടിയാണോ? കെ അനിൽകുമാർ, പത്മകുമാറിനെ എതിരെ നടപടി ഉണ്ടാകുമെന്ന് അങ്ങേക്ക് പറയാൻ ധൈര്യമില്ലാത്തത് അങ്ങയുടെ പാർട്ടിയുടെ പ്രശ്നമാണ്. കെ അനിൽകുമാർ, പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകും എന്ന് പറയാൻ അനിൽകുമാറിനെ വിലക്കുന്നത് അങ്ങ് CPM പ്രതിനിധി ആയതുകൊണ്ടാണ്. അടൂർ പ്രകാശിനെ വിളിക്കുമെന്നും ചോദിക്കുമെന്നും പറയാൻ എനിക്ക് ഭയമില്ലാത്തത് കാരണം എനിക്ക് ബാഗേജ് ഇല്ല. എന്താ ആ പ്രതീക്ഷയും തകർന്നു. അപ്പൊ ഒരു കാര്യം പറയാം. ഒരു MPയെ വിളിക്കാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത ഒരാൾ ചർച്ചക്കിറങ്ങിയിരിക്കും. ഈ കഥനക്കാരനെന്ന് ഞാൻ കൊല്ലുള്ളൂ. നീയേ കുറെ നാളായി കഥനയായിട്ട് നടക്കണേ. കേരളത്തിലെ UDF വിളിച്ചെന്ന് ചോദിക്കാൻ ജയിലിൽ കിടക്കുന്ന ഒരാളെ പറ്റിയാണ് ചോദിക്കുന്നത്. വേറെ പണി നോക്ക്. അയാൾക്കെതിരെ ഒരു നടപടി എടുക്കുമെന്ന് പറയാനുള്ള ഒരു ആർജവും ഇല്ലാത്ത അനിൽകുമാർ എന്റെ ധൈര്യത്തെ ചോദ്യം ചെയ്യുന്നു. CPMന്റെ ഭരണഘടന അനുസരിച്ച് CPMന് നടപടിയെടുക്കാൻ അറിയാം. അത് ഏതെങ്കിലും ചാനൽ ചർച്ച വരുന്ന അവതാരകന്റെ ഔദാര്യത്തിലല്ല. ഞങ്ങളുടെ ബോധ്യത്തിലാണ് നടപടി എടുക്കുന്നത്. ഞങ്ങളുടെ ബോധ്യം എവിടെ നിന്നുണ്ടാകുന്നു? ഞങ്ങൾക്ക് വസ്തുതകൾ. വലിയ മാനങ്ങളുള്ള കേസാണ്. മുഖ്യമന്ത്രി എത്ര പൊതിഞ്ഞാലും പൊതിയാൻ കഴിയാത്ത നിലയിൽ ഈ കേസ് വ്യാപിക്കും, ഒരു സംശയവും വേണ്ട. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രത്നങ്ങൾ അടക്കം അടിച്ചുകൊണ്ടു പോകുന്ന ഒരു വലിയ റാക്കറ്റിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അന്വേഷിക്കുമോ കേരളത്തിലെ മുഖ്യമന്ത്രി? കേരളം ഭരിക്കുന്ന CM ഇങ്ങനെ ഒരു കോമാളിയാ വരുന്നത്. അതേടാ, ഞാൻ ആ റാക്കറ്റിന്റെ കണ്ണുകളെ കണ്ടെത്താൻ ശ്രമം നടത്തുമോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കള്ളന്മാരെ സംരക്ഷിക്കുന്ന പരിപാടി നടത്തണം. ഈ മാഫിയയുടെ കണ്ണുകൾ നീണ്ടുപോയാൽ പല ഉന്നത CPM നേതാക്കന്മാരുടെയും പങ്ക് വിളിച്ചത് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.